കഥ സഖി ഭാഗം 14. പിറ്റേന്ന് അതിരാവിലെ തന്നെ നന്ദനും ദേവനും കൂടി നാട്ടിലേക്ക് യാത്ര തിരിച്ചു. തൻ്റെ വരവിൻ്റെ ഉദ്ദേശം നന്ദൻ അറിയാതിരിക്കാനായിരുന്നു അമ്മയെ കാണണമെന്ന് ദേവൻ പറഞ്ഞത്. ദേവൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്തെന്ന് അറിയുന്നതുകൊണ്ട് നന്ദനും കൂടുതലൊന്നും ചോദിക്കാനും മുതിർന്നില്ല. നീണ്ട മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ നന്ദൻ ജോലി ചെയ്യുന്ന സ്കൂളിൻ്റെ ഗേറ്റിന് മുന്നിൽ ദേവൻ്റെ വണ്ടി നിന്നു. ദേവ, വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ നേരം തിരിഞ്ഞു നോക്കിക്കൊണ്ട് നന്ദൻ വിളിച്ചു. ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ ദേവൻ, ഇല്ലടാ, ഒരു കുഴപ്പത്തിനും പോകില്ല, ഉറപ്പ്, ചെറുപുഞ്ചിരിയോടെ നന്ദനെ നോക്കി ദേവൻ പറഞ്ഞു. ഓവ്, നീയല്ലേ ആൾ, വിശ്വസിച്ചു മോനെ. എന്നാൽ വൈകിക്കണ്ട, നീ വിട്ടോ, തിരിച്ച് അവിടെ വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യേണ്ടതല്ലേ. പറഞ്ഞുകൊണ്ട് നന്ദൻ മുന്നോട്ട് നടന്നു. യാത്ര പറഞ്ഞു നന്ദൻ മുന്നോട്ട് നടന്നതും ദേവൻ വണ്ടി മുന്നോട്ടെടുത്തു. ദേവൻ വണ്ടിയുമായി മുന്നോട്ട് നീങ്ങിയതും നന്ദൻ പിന്തിരിഞ്ഞെന്ന് നോക്കിക്കൊണ്ട്, ദേവ, പറയാതെ പറയുന്ന മനസ്സുകൾക്ക് ഉടമയാണ് നമ്മൾ. നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സ് അതെനിക്കറിയാം. ഈ പോക്ക് അമ്മയെ കാണാനല്ല, ഗായു, അവൾക്ക് വേണ്ടിയാണ് നീ പോകുന്നത്. എന്താണ് നീ കണ്ടെത്താൻ ശ്രമിക്കുന്നത്? അത് എത്രയും പെട്ടെന്ന് നിന്നിലേക്ക് എത്തിച്ചേരട്ടെ. മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ തിരിഞ്ഞു മുന്നോട്ട് നടന്നു. അല്പനേരത്തെ ഡ്രൈവിങ്ങിന് ശേഷം മാഷച്ചൻ്റെ വീടിന് മുന്നിലായി ദേവൻ്റെ വണ്ടി ചെന്ന് നിന്നു. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ദേവൻ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു. കരിയിലകൾ കൊണ്ട് നിറഞ്ഞ മുറ്റം, അതിനിടയിലൂടെ അങ്ങിങ്ങായി തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പുല്ലുകൾ, മക്കളെപ്പോലെ മാഷച്ചൻ താലോലിച്ച് വളർത്തിയ ചെടികളിലെല്ലാം സൂര്യരശ്മികളേറ്റു വാടിക്കരിഞ്ഞു നിൽക്കുന്നു. കരിയിലകളെ ഞെരിഞ്ഞമർത്തിക്കൊണ്ട് ദേവൻ മുന്നോട്ട് നടന്നു. മുറ്റത്തുനിന്നും ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്ത് വെച്ചതും എങ്ങുനിന്നോ ഒരു കുളിർക്കാറ്റ് അവനെ തഴുകി തലോടി കടന്നുപോയതും അവൻ്റെ മനസ്സൊന്ന് തണുത്തു. ഉമ്മറത്തേക്ക് കയറി ദേവൻ കയ്യിലിരുന്ന താക്കോലെടുത്ത് ആ വീടിൻ്റെ വാതിൽ മലക്കെ തുറന്നു അകത്തേക്ക് കയറി. തന്നെയും കാത്ത് ആ വീട്ടിൽ എന്തോ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. തൻ്റെ മനസ്സിൽ മന്ത്രമൊന്നോണം അകത്തേക്ക് കയറി ദേവൻ നേരെ പോയത് മാഷച്ചൻ്റെ മുറിയിലേക്കായിരുന്നു. മുറിക്കകത്ത് കയറിയ ദേവൻ്റെ കണ്ണുകൾ അതിനുള്ളിലാകമാനം ഓടി നടന്നു. മാഷച്ചൻ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു ആ മുറി ഇരുന്നത്, അതുപോലെ തന്നെ മാഷച്ചൻ്റെ മരണശേഷവും ആ മുറി അങ്ങനെ തന്നെ അടുക്കും ചിട്ടയോടെയും അതാത് സ്ഥലങ്ങളിൽ വെച്ചിരുന്ന പോലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഗായുവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയതിൽ പിന്നെ ഇന്ന് ആദ്യമായി അതും ഞാൻ ഒറ്റയ്ക്ക് ആലോചിച്ചു നിൽക്കാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കാത്തിരിക്കുന്ന രഹസ്യം കണ്ടെത്തിയേ പറ്റൂ. മറ്റൊന്നും ആലോചിച്ചിന്ന് സമയം കളയാൻ അനുവദിക്കാതെ ദേവൻ അവിടെയാകമാനം പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ ഒന്നും തന്നെ അവന് ആ മുറിയിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമയമേറെ കഴിയുന്തോറും അവന് ദേഷ്യവും നിരാശയും കൂടിക്കൊണ്ടിരുന്നു. വെറും കൈയോടെ നിരാശയോടെ തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ ആണ് ഗായുവിൻ്റെ വാക്കുകൾ അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞത്. ദേവ, അച്ഛൻ എന്നെ കാണണമെന്നും എന്തോ പറയാനുണ്ടെന്നും ഗായു പറഞ്ഞതായി അവൻ്റെ ഓർമ്മയിൽ വന്നു. തിരികെ വന്നവൻ താൻ നോക്കിയ സ്ഥലങ്ങളിൽ എല്ലാം ഒരിക്കൽ കൂടി നോക്കി. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ ഉടക്കിയോ തിടുക്കപ്പെട്ടും കൊണ്ടവൻ അതിനടുത്തേക്ക് നടന്നു. നിരവധി ബുക്കുകൾ അടുക്കി വെച്ചിരുന്ന സെൽഫിൽ അവനെയും കാത്തിരുന്ന മാഷച്ചൻ്റെ ഡയറി. ദേവൻ്റെ മനസ്സ് ഒന്ന് ആഹ്ലാദിച്ചു. തേടുവതെന്തോ കണ്ണിൽ തടഞ്ഞതും സന്തോഷത്താൽ അധികരിച്ച മനസ്സോടെ അവൻ അത് കൈകളിലെടുത്തു നെഞ്ചോട് ചേർത്ത് പിടിച്ചു. താൻ അറിയാതെ പോയ, അല്ലെങ്കിൽ മാഷച്ചന് അറിയിക്കാൻ കഴിയാതെ പോയ രഹസ്യം, ഗായുവിൻ്റെ ജീവിതം എന്നേക്കുമായി ഇരുട്ടിലാഴ്ത്തിയ മാഷച്ചൻ പറയാൻ ആഗ്രഹിച്ച എന്തോ ഒന്ന് തന്നോട് നേരിട്ട് പറയാൻ കഴിയാതെ പോയത് ഒരു പക്ഷേ അക്ഷരങ്ങളിൽ കൂടി പറയാൻ മാഷച്ചൻ ശ്രമിച്ചു കാണും. കണ്ടെത്തണം, എന്തു തന്നെയായാലും കണ്ടെത്തിയേ പറ്റൂ. മനസ്സാലെ തീർച്ചപ്പെടുത്തിക്കൊണ്ടവൻ ആ ഡയറിയുമായി മുറിക്ക് പുറത്തേക്ക് കടന്നു. ഉമ്മറവാതിൽ പൂട്ടി തിരികെ ഇറങ്ങാൻ നേരം മാഷച്ചനെ അടക്കം ചെയ്ത തെക്കേ മാവിൻ ചുവട്ടിലേക്ക് അവൻ ചെന്നു. വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കലും തനിച്ചാക്കില്ലെന്ന് പറഞ്ഞു വാക്ക് നൽകിയവളെ, കൂടെ കൂട്ടിയവളെ തനിച്ചാക്കി നീറുന്ന മനസ്സോടെ ക്ഷമിക്കണം, മാപ്പ് നൽകണം. മാഷച്ചൻ്റെ അസ്ഥിത്തറക്ക് മുന്നിൽ ഇരുകൈകൾ കൂപ്പി നിറക്കണ്ണുകളോടെ പറയുന്നവനെ തഴുകി തലോടി എങ്ങു നിന്നോ സുഖശീതളമായ തെന്നൽ കടന്നുപോയി. ആ കാറ്റിനൊപ്പം ദേവ എന്നൊരു വിളി അവൻ്റെ കാതുകളിൽ പതിഞ്ഞ പോലെ തോന്നിയ നിമിഷം കണ്ണുകൾ തുറന്നവൻ നോക്കി. നിന്റെ മനസ്സ് എന്നും അവൾക്കൊപ്പമില്ലേ ദേവ? അപ്പോൾ പിന്നെ നമ്മുടെ ഗായു തനിച്ചാകില്ല. പക്ഷേ അവൾക്ക് പിന്നിൽ ഒരപകടം മറഞ്ഞിരിക്കുന്നു. നീ തുണയാകണം ദേവ. തനിച്ചാക്കി എന്നൊരു തോന്നൽ വേണ്ട. നിങ്ങൾ മൂവരും മനസ്സുകൊണ്ട് അവളൊപ്പം എന്നും ഉണ്ടല്ലോ.
സുഖശീതളമായ കാറ്റിനൊപ്പം മാഷച്ചൻ്റെ വാക്കുകൾ കൂടി അവിടെയാകെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ദേവന് തോന്നി. ഒരിക്കൽ കൂടി അവൻ അസ്ഥിത്തറയിലേക്ക് തിരിഞ്ഞെന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും തിരിച്ചു യാത്രയായി ചെമ്പകശ്ശേരിയിലേക്ക്. മാണിക്യമംഗലത്തെ ആദ്യ ദിന പുലർക്കാലം. പതിവ് പോലെ ഗായുവിൻ്റെ ശീലത്തിനു മാറ്റമില്ലാതെ അന്നും അവൾ പുലർച്ചെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലെത്തിയ ഗായു എന്തു ചെയ്യണമെന്നറിയാതെ ഒന്ന് പരിങ്ങി നിന്നപ്പോഴാണ് ഒരു കപ്പ് ചായയുമായി വാസന്തി ചേച്ചി അവൾക്കടുത്തേക്ക് വന്നു. ലക്ഷ്മിയമ്മ പൂജാമുറിയിൽ രാവിലെ കുളി കഴിഞ്ഞു പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തിയിട്ട് ബാക്കി എന്തും ചെയ്യൂ. തറവാട്ടിലെ പതിവ് മംഗലത്തമ്മ എഴുന്നേറ്റിട്ടില്ല. വൈകും. പതിവ് ശീലങ്ങളിൽ ഒന്നും ഇപ്പോൾ ഇല്ല. പ്രായമായില്ലേ, അപ്പോൾ പിന്നെ പതിവുകൾ എല്ലാം തെറ്റും. ഗായുവിനെ നോക്കി ചെറുപുഞ്ചിരിയോടെ അവർ പറഞ്ഞു. അത് പിന്നെ മോളോട് ഗായുവിനോട് വീണ്ടും എന്തോ പറയാനായി അവർ മുതിർന്നതും പൂജാമുറിയുടെ വാതിൽ മലർക്കെ തുറന്ന ശബ്ദം കേട്ട് പറയാൻ വന്നത് പറയാൻ നിൽക്കാതെ അവർ തിരിഞ്ഞു അടുക്കളയിലേക്ക് നടന്നു. എന്തിനാ എൻ്റെ കുട്ടിയെ ഇത്ര രാവിലെ എണീറ്റത്? നേരം കൂടി കഴിഞ്ഞു, എണീറ്റാൽ പോരായിരുന്നോ? അവളെ കണ്ടതും അവൾക്കരികിലേക്ക് വന്നും കൊണ്ട് അമ്മായി ചോദിച്ചു. വെളുപ്പിന് എണീറ്റ് ശീലമുണ്ട്, അച്ഛൻ പഠിപ്പിച്ചതാണ്. ഇടറുന്ന സ്വരത്തോടെ നിറഞ്ഞു വന്ന കണ്ണുകളെ ശ്വാസനയോടെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്നാൽ ഗായത്രി കുട്ടി വരൂ, ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ലക്ഷ്മിയമ്മ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ക്ഷേത്രത്തിൽ പോയി തിരികെ വരുമ്പോൾ ഉമ്മറത്ത് പത്രവായമായി ഇരിക്കുന്ന ജോയെ കണ്ട് അവൾക്ക് അതിശയമായി. ജോ, അതിശയത്തോടെ അവൾ വിളിച്ചു. എന്നു മുതൽ തുടങ്ങി ഈ ശീലം? ഉമ്മറത്തേക്ക് കയറി അവനരികിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് ഗായു ചോദിച്ചു. ഇന്നു മുതൽ, പത്രത്തിൽ നിന്നും കണ്ണുകളെടുക്കാതെ ജോ പറഞ്ഞു. ഓവ്, എനിക്കറിയില്ല നിന്നെ. ജോ, നന്നാവാൻ തീരുമാനിച്ചോ? ചിരിയോടെ അവൾ ചോദിച്ചു. അത് പിന്നെ നമ്മളെക്കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാകുന്നതല്ലേ അതിൻ്റെ ഒരു ഇത്. എന്ത് ഇത്? ജോയെ കളിയാക്കിക്കൊണ്ട് അവൾ തിരിച്ചു ചോദിച്ചു. എൻ്റെ ഗായു, നീ ചുമ്മാ രാവിലെ തന്നെ ചൊറിയാൻ നിൽക്കാതെ പോയ പെണ്ണെ. പോയി ആ കമ്പനി കാര്യങ്ങളൊക്കെ എന്തെന്നറിയാൻ നോക്ക്. എന്നിട്ട് വേണം എനിക്കൊന്ന് ഗമയോടെ ചാരുകസേരയിലേക്ക് അമർന്നിരുന്നും കൊണ്ടവൻ പറഞ്ഞു. എനിക്കൊന്ന്? ആ ബാക്കി കൂടി പറ. സംശയത്തോടെ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഗായു ചോദിച്ചു. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടി, നിന്റെ ഓഹരി എനിക്കിതാ. ഞാൻ എല്ലാം നോക്കി നടത്താം. കൂടെ ദേവനെയോ നന്ദനെയോ വിളിക്കാം. എന്തേ? നടന്നത് തന്നെ. ഇവിടെ ഇരുന്ന് സ്വപ്നം കാണുക മാത്രമേ നടക്കൂ, വേറെ ഒന്നും നടക്കില്ലട്ടോ. അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പിന്തിരിഞ്ഞെന്ന് നോക്കിക്കൊണ്ട് ജോ, അവൾ വിളിച്ചു. ഇല്ല ഗായു, വാശിക്കൊട്ടും പിന്നിൽ അല്ല എന്ന് നിനക്കറിയില്ലേ. സമയമെടുക്കും, നീ വിഷമിക്കാതെ. വിളി മനസ്സിലാക്കിയ ജോ തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ മറുപടിയായി പറഞ്ഞു. ഒന്നും മിണ്ടാതെ ജോ പറഞ്ഞത് കേട്ട് തെല്ലൊരു ദേഷ്യത്തോടെയും അതിനേക്കാളേറെ സങ്കടത്തോടെയും തൻ്റെ മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോഴാണ് കാറ്റുപോലെ അവൻ അവൾക്കരികിലേക്ക് ഓടി വന്നത്. തുടരും കഥയുടെ അടുത്ത ഭാഗം.